ഹലോ, അപ്പൊ നമ്മളങ്ങനെ മൂന്നാമത്തെ ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ തൊടുപുഴ ഉള്ള ജോബിച്ചേട്ടൻ പുറകിൽ വന്നിട്ടുണ്ട്. പുറകില് അനീഷിനെ കാണാം. ഹായ് അനീഷ്. നമ്മൾ വേറെ ചേട്ടായി ഉണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ഊബർ ഡ്രൈവറും കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇന്ന് നേരെ എവിടേക്കാ അനീഷ നമ്മൾ പോകുന്നത്? രാവിലെ തന്നെ ഗ്രേറ്റർ നോയിഡ, യു പി അല്ലേ അത്? യു പി അല്ല ആക്ച്വലി, അത് യു പി ആണ്. NCR, അതെ അതെ. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്കാ പോകുന്നത്. അവിടെ നമ്മൾ ഇന്നോവ ക്രിസ്റ്റ നമുക്കൊന്നുണ്ട് പാർട്ടിയുള്ള വണ്ടി എനിക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ട് ഇനി വണ്ടി കാര്യങ്ങൾ നോക്കി അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഗ്രേറ്റർ നോയിഡയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന ഒരു ആർമി ഉദ്യോഗസ്ഥൻ അല്ലേ, ഒരു കേരള എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വണ്ടിയാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ പുറത്ത് പോയിരിക്കണം. നമ്മളോട് പറഞ്ഞ സമയം 12 മണിയാണ്. നമുക്ക് ബ്ലോക്ക് കാരണം ഇവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ ഇതാ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അനീഷ് ഭായി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവളെ വിളിച്ചപ്പോൾ ഒരു ഏകദേശം 1.5 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂടെ വന്ന നമ്മുടെ വണ്ടി എടുക്കാനുള്ള ജോബി ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല തണുപ്പാണ്. തണുപ്പ് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലൊക്കെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ വണ്ടി കൃഷി എങ്ങനെയുണ്ട്, കാര്യങ്ങൾ എങ്ങനെയുണ്ട് നോക്കിയിട്ട് നമുക്ക് വീഡിയോ. നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി വെക്കാൻ വേണ്ടി അൽഫോമീറ്റർ എടുത്ത് നോക്കിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം നമ്മൾ വാഹനത്തിന്റെ ലെഫ്റ്റ് സൈഡ് മൊത്തം കയറ്റി. ലെഫ്റ്റ് സൈഡിൽ അവിടെ റീപെയിന്റ് ഒന്നും ചെയ്തിട്ടില്ല. ഫ്രണ്ട് ബമ്പർ റീപെയിന്റ് ആണ്. അതിന്റെ ഓണർ നമ്മൾ പറയും ചെയ്തു. അപ്പോൾ നമ്മൾ ബാക്കി സൈഡും കൂടി നമ്മൾ അൽഫോമീറ്റർ വെച്ച് ചെക്ക് ചെയ്തിരിക്കണം. ജയിച്ചൊന്നും നോക്കി നമുക്ക് നിലവിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ എവിടെ നിന്ന് റീപെയിന്റ് കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ അൽഫോമീറ്റർ വെച്ചെടുത്താൽ ഈ വാഹനത്തിന്റെ പുറകിൽ ഒരു കറക്റ്റ് വാല്യൂ 15 നിൽക്കുന്നുണ്ട്. എല്ലാം ഒറിജിനൽ പെയിന്റ് തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് വണ്ടി യഥാർത്ഥ ക്വാളിറ്റി എന്താ എങ്ങനെയാണെന്നുള്ളത്. ആക്ച്വലി വണ്ടി 2017 മോഡൽ വി ഓപ്ഷൻ വാഹനമാണ്. ഒരു സിംഗിൾ RC സിംഗിൾ യൂസ് വാഹനമാണ്. അതിൻ്റെ തന്നെ കാണുന്നുണ്ട്. എല്ലായിടത്തും നമുക്ക് ഒരേ വാല്യൂ തന്നെ കാണുന്നത്. എവിടെ തന്നെ റീപെയിന്റോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല. നമ്മൾ മീറ്റർ ചെക്ക് ചെയ്യുമ്പോഴാണ് തന്നെ ഒക്കെ ഒറിജിനൽ ആ ഒരു പെയിന്റ് തന്നെയാണ്. നമുക്ക് ആ ഭാഗത്തൊന്നും നെഗറ്റീവ് പറയാനില്ല. പിന്നെ ഫുള്ള് പക്ക ഷോറൂം സർവീസ് തന്നെയാണ്. ഒരു മാക്സിമം ഷോറൂമിൽ തന്നെ കൊടുത്ത് ചെയ്തിരിക്കുന്നത്. ബ്രേക്കിൻ്റെ എല്ലാ കമ്പനി അതിന്റെ ബില്ലും കാര്യങ്ങളുണ്ടോ? എല്ലാത്തിന്റെയും കമ്പനിയിൽ ഇപ്പോൾ ലാസ്റ്റാണ് ബ്രേക്കിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ബില്ല് കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. തന്നെ മിസ്സായി. നമ്മൾ വണ്ടി എൽക്കോമീറ്റർ വെച്ച് ചെക്ക് ചെയ്തു. വണ്ടിയിൽ നമുക്ക് ഫ്രണ്ട് ബമ്പറും അതുപോലെ തന്നെ പുറകിൽ ഈ ഒരു ഡോറ് കണ്ടോ, ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഡോറിന് അടിവശത്ത് വളരെ മൈന്യൂട്ടായിട്ടൊന്ന് പെയിന്റ് ടച്ച് ചെയ്ത് കൊടുക്കുന്നില്ല. വേറെ എവിടെയും തന്നെ നമുക്ക് റീപെയിന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. ഫുള്ളായിട്ടോ ഓൾ ഇൻ ഓൾ ആയിട്ടോ എല്ലാം മുറിക്കുന്ന ഒരേ ക്വാളിറ്റിയിലെ കമ്പനി കൊടുത്ത് അതേ പെയിന്റ് തന്നെ കിടക്കും. ബാക്കി നമുക്ക് എഞ്ചിന്റെ സൈഡ് കാര്യങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് വരെ ചെയ്ത് നോക്കി. നമുക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. നമ്മൾ ഇനി സ്കാനർ കണക്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സ്കാനർ ചെയ്തിട്ട് എന്തൊക്കെയാണ് ഇതിന്റെ എററുള്ള കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്കാനർ നമ്മുടെ ഫോണിനകത്താണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ വീഡിയോ എടുക്കാൻ അത്ര പോസിബിൾ ആയ കാര്യമില്ല. എന്നാലും ഞാൻ പറ്റുമെങ്കിൽ വലിയ മെജറായിട്ട് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും വീഡിയോയിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഇല്ല അനുശേഷം നമുക്ക് അപ്പോൾ നമുക്ക് നിലവിൽ കുഴപ്പം തന്നെ തോന്നില്ല. ഇതിന്റെ ഓണറാണ് കേട്ടോ പുറകിലാണ് നിൽക്കുന്നത്. അദ്ദേഹം ഒരു കേണലാണ്, റിട്ടയർഡ് ആയതല്ല, റിട്ടയർഡ്. അപ്പോൾ മോൻ ആർമിയിലാണ്. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്ത ഒരു സിംഗിൾ RC സിംഗിൾ യൂസ് വാഹനമാണ്. അപ്പോൾ നമുക്ക് സ്കാനിങ് കൂടി കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ റിസൾട്ട് കറക്റ്റ്. നമ്മുടെ ക്രിസ്റ്റ ഫുള്ളായിട്ട് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഇന്നലെ കഴിഞ്ഞു. ഇന്നലെ കുറച്ച് വൈകുന്നേരം ആയി. നമ്മൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് റിപ്പോർട്ട് എടുത്തതിൽ ഒരു തരത്തിലുള്ള പ്രോബ്ലം തോന്നില്ല. അതുകൊണ്ട് പിന്നെ ഇന്നലെ അവിടെ കുറച്ച് തിരക്കുകളും ഭയങ്കര തണുപ്പായിട്ട് നമ്മൾ അങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ നമ്മൾ വണ്ടി ഡെലിവറി എടുക്കണം. എന്നിട്ട് തന്നെ നമ്മൾ അതിന്റെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ അതിന്റെ ബാക്കി ഫൈനലായിട്ടുള്ള എമൗണ്ട് കാര്യങ്ങളെല്ലാം കൊടുത്ത് അതിന്റെ NOCക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് പേപ്പർ വർക്ക്സ് കഴിഞ്ഞിപ്പോൾ നമ്മൾ അതിന്റെ ഫൈനലായിട്ടുള്ള പേപ്പറുകൾ ഫോം ഇതും കാര്യങ്ങളും നമ്മൾ അഫിഡവിറ്റും കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ച് അതിന്റെ സൈനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഒന്ന് വണ്ടി നമ്മൾ ഡെലിവറി എടുക്കും. മിക്കവാറും നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇവിടുന്ന് തിരിച്ച് കേരളത്തിലേക്ക് പോരാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതൊരു കേരള സാറോ വണ്ടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഇന്നത്തെ നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ആർമിയുടെ ക്വാർട്ടേഴ്സിന്റെ അകത്താണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പൊ ഡൽഹിയിലെ നമ്മൾ വസന്ത വിഹാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ അദ്ദേഹത്തിന് ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ആളൊരു ലെഫ്റ്റനന്റ് കേണലായിരുന്നു, റിട്ടയർഡ് ആയതാണ്. അപ്പം അദ്ദേഹത്തിന് എത്രമാത്രം ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന അറിയില്ല. നമ്മളിങ്ങനെ വീഡിയോ ബ്ലോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് പറ്റുമെങ്കിൽ അദ്ദേഹത്തിനെയും കൂടി ഉൾപ്പെടുത്തി നമ്മൾ ഇന്ന് ഡെലിവറി കാര്യങ്ങൾ എടുക്കുന്നതിന്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ലതിന് ഫൈനലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അനീഷ് ഭായും നമ്മുടെ ജോബി ചേട്ടനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വണ്ടിയുടെ എല്ലാ ഭാഗവും കാര്യങ്ങളും ചെക്ക് ചെയ്ത് നല്ല ക്വാളിറ്റിയുള്ളൊരു വണ്ടി എന്ന് പറയാം. ഹിസ്റ്ററി പോലും നമ്മൾ അന്വേഷിച്ച് എടുത്തായിരുന്നു ടയോട്ടന്ന്. ഒരു തരത്തിലുള്ള നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഹിസ്റ്ററിയുടെ ഭാഗത്ത് നോക്കിയിട്ട് കണ്ടിട്ടില്ല. കറക്റ്റായിട്ടുള്ള ലാസ്റ്റ് സർവീസിന്റെ അടക്കം കറക്റ്റ് റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ ബില്ലും കാര്യങ്ങളൊക്കെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പുള്ളി ഇവിടെ ഒരു വണ്ടി കണ്ടപ്പോൾ അതുപോലത്തെ ഒരു വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് ഈ വാഹനം നാട്ടിലെത്തി ഇതിന്റെ ഒരു പൂർണ്ണമായൊരു വീഡിയോ ആയിട്ട് തന്നെ ഇന്നത് പുള്ളി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യാം. നമുക്ക് ബാക്കി കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇതിന്റെ ഡെലിവറി എടുക്കുന്നു. നമ്മുടെ കേണൽ സാറിന് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്നും കൂടി. അപ്പോൾ നമ്മുടെ കേണൽ സാർ വന്നിട്ടുണ്ട്. അപ്പോൾ കേണൽ സാർ നമുക്ക് പാനി വേണം കാര്യങ്ങൾ വേണം എന്തൊക്കെ ചോദിക്കുന്നത്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓണർ മനോജ് കുമാർ കേണൽ സാർ.
അദ്ദേഹം വണ്ടിയുടെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ സെക്കൻഡ് കീ കാര്യങ്ങളോ സർവീസ് ബുക്ക് ഒന്നും അനക്കിയിട്ട് പോലുമില്ല, എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. രണ്ട് കീ കാര്യങ്ങളെല്ലാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ് കാണിച്ചു തരുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്നൊക്കെ ചോദിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നുണ്ട്. നമ്മുടെ വണ്ടിയുടെ എല്ലാ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡെലിവറി എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ മലയാളിയായിട്ടുള്ള ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ നമുക്കിവിടെ പരിചയപ്പെടാൻ പറ്റി. നമ്മളെ ധീര ജവാന്മാർ എന്ന് തന്നെ പറയാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഓരോ പേരും കാര്യങ്ങളൊന്നും പറയാം. പേര് പ്രശോഭ്. സ്ഥലം കണ്ണൂരാണ്. അനീഷ്, ഇടുക്കി. ഓക്കെ, അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് കോൺടാക്ട് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള കുറേ പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പല ജവന്മാരനെ ഇവിടെ എല്ലാ ആളുകൾ എന്നെ വണ്ടി ഇവിടെ നിന്ന് നോക്കിയെടുക്കാൻ പറഞ്ഞിട്ട് നമ്മളെ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മളെന്തായാലും ഇനിയും ഇവിടെ വരുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി ഫൈനൽ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ കേരള സാർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഡെലിവറി എടുക്കണം. നമ്മളെ കേരള സാറ് ഈ കാര്യങ്ങളെല്ലാം ജോബി ചാർട്ടിന് കൊടുക്കുന്നുണ്ട്. എല്ലാ സെക്കൻഡ് ഈ കാര്യങ്ങൾ വണ്ടിയുടെ സർവീസ് ബുക്ക്, എല്ലാ പേപ്പേഴ്സ്, ഒറിജിനൽ കാര്യങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ട്. ഓക്കെ, സാർ എന്താ പറയുന്നത്? Feeling very bad giving it because I keep everything as a family only. But unfortunately, since BS4 is not permitted in NCR, that is it. Otherwise, my wife would have never sold it. It is so close to the heart. Okay. All the best and wish you happy driving. Drive safely and take care of yourself. Oh, great. You are a good boy, young, dynamic boy, and wishing you all the best. Your name? Manoj Kumar. Yeah. No, I am not from Kerala, but I am from here. Sorry. I am Kan. Thank you. അപ്പോൾ അനീഷ് ഭായി വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് വണ്ടി ഡെലിവറി എടുത്തിരിക്കണം. അപ്പോൾ നമുക്ക് പ്രാവശ്യം നമ്മൾ ഡൽഹിയിൽ വന്നിട്ട് നല്ല രണ്ട് ക്ലയൻസിന് നമുക്ക് കിട്ടിയെന്ന് നമുക്ക് എടുത്തു പറയാം. പ്രത്യേകിച്ച് ഡോക്ടറാണെങ്കിലും അതിനുശേഷം നമ്മുടെ കേണൽ സാറാണെന്ന് തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നമുക്ക് വണ്ടി തന്നത്. നമുക്ക് നല്ല രണ്ട് ക്ലയൻസിനെ കിട്ടിയില്ല. വളരെ ജോബി ചേട്ടൻ ഭയങ്കര സന്തോഷത്തിലായിട്ടുണ്ട്. എന്തായാലും വണ്ടി എടുത്തു കൊടുത്തന്നെ. ജോബി ചേട്ടാ എങ്ങനെയുണ്ട് വണ്ടി? തീർച്ചയായും ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ പ്രത്യേകിച്ച് ഇവരുടെ സർവീസ്, നമ്മളെ കേരളത്തിൽ നിന്ന് ഇവിടെ വന്നു, നമ്മളെ അന്നേരം മുതൽ നമ്മളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് നമ്മുടെ സ്ഥലത്ത് കൊണ്ട് നമ്മളെ കാണിച്ചു. ഒരുപാട് നമ്മളൊന്നും കറക്കാനൊന്നും പോയില്ല. ഒരു ഫസ്റ്റ് തന്നെ ഒരു വണ്ടി കാണിച്ചു. അത് ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. പ്രത്യേകിച്ച് അജോയോടും അതുപോലെ തന്നെ ഞങ്ങളുടെ എൻ്റെ സുഹൃത്തുക്കളായ അനീഷ്, അങ്ങനെ ഏട്ടനോടും എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഒരുപാട് നന്ദിയുണ്ട്. നല്ലൊരു വണ്ടി എടുത്ത് തന്നതിന് പ്രത്യേകിച്ച് അജോയോട് നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു. നമ്മൾ ആ വണ്ടി എടുത്ത് നമ്മൾ ആർമിയുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. നമ്മൾ ആ സെൽട്ടോസ് കാണുക എന്നുള്ള യാത്രയുടെ ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. വണ്ടി എന്തായാലും നമുക്ക് എല്ലാ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ് ആണ്. അത് കൂടാതെ അവർ നല്ല വൃത്തിക്ക് തന്നെ വണ്ടി നോക്കിക്കണം. അതിൻ്റെ ഒരു വൃത്തിയുണ്ട്. ഇന്റീരിയറിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം. നേരത്തെ വീഡിയോ ചെയ്തപ്പോൾ ഇന്റീരിയർ ഒന്നും കാണിച്ചില്ല. പക്ഷെ നമ്മളത് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തുന്നുണ്ട്. നാട്ടിലെത്തിയിട്ട് അതിന്റെ വർക്ക് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരും. നമ്മൾ നാട്ടിലെത്തിയിട്ട് ഇതിന്റെ ഫുൾ വർക്ക് കാര്യങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ കാണിച്ചു തരും. നിലവിൽ പോകാനെന്ന ഇന്റീരിയർ നോക്കാൻ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ ഇരിക്കുന്ന ഒരു വണ്ടി തന്നെയാണ്. എങ്ങനെയുണ്ട് ജോബി ചേട്ടാ ഓടിച്ചിട്ട്? അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ. അത് കേട്ടാ മതി. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഹരിയാനയിൽ നിന്ന് തിരിച്ചു പോരുകയാണ് കേട്ടോ. നമ്മൾ ഇന്നിപ്പോ നാട്ടിലേക്ക് പോരണം എന്ന് കരുതിയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ നമ്മൾ വന്നിട്ട് 4 ദിവസത്തിന്റെ മേലെ ആയി. 5ാമത്തെ ദിവസത്തിലേക്ക് കടന്നു. അപ്പൊ നമ്മൾ 2 വണ്ടി എടുക്കാൻ സാധിച്ചു. 3ാമത്തെ ഒരു കിയുടെ സെൽട്ടോസ് നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഒരു വണ്ടി നല്ല വണ്ടി കണ്ടു, പക്ഷെ അത് കുറച്ചധികം റേറ്റ് ചോദിച്ചു. നമുക്ക് പിന്നെ ഒത്തിരി ബാർഗൻ ചെയ്തിട്ട് അവർ വരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്ന കഴിഞ്ഞാണ് അവർ നമ്മളെ വിളിച്ച് വളരെ നമ്മൾ ചോദിച്ച ലെവലിലേക്ക് എത്തിയത്. എന്നിട്ടും പിന്നെ അവർ ആ ചാർജ് ഈ ചാർജ് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളൊരു ഗ്യാപ്പ് ഇട്ട് നിന്നു. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഇന്നോവയ്ക്ക് വേണ്ടിയിട്ട് 1-2 ആക്സസറീസ് ഒക്കെ മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിനൊരു അലവിയിൽ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ പേഴ്സണൽ യൂസ് ആയതുകൊണ്ട് അതോടൊപ്പം തന്നെ അതിന് ഹോണ് കാര്യങ്ങളൊക്കെ മേടിക്കണം പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടി അന്വേഷിച്ച് നമ്മളിവിടെ ഹരിയാനയിൽ നല്ല വിലക്കുറവിൽ നല്ല ആക്സസറീസ് കിട്ടുന്ന ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ഷോപ്പിലേക്കുള്ള യാത്രയിലാണ്. നമ്മുടെ ആ ജോബി ചേട്ടൻ എന്താ അവിടെ കണ്ടോ? നിങ്ങൾക്ക് ഇതാ കാണാം. പുള്ളി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഷോപ്പ് തപ്പിയിട്ട് ഇവിടെ അടുത്തതായി കാണുന്നതാണ് ഷോപ്പ് എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം എങ്ങനെയുണ്ട് ആക്സസറീസ് കാര്യങ്ങൾ. ഇവിടെ എന്തെങ്കിലും വിലക്കുറവ് കാര്യങ്ങൾ തോന്നുകയാണെങ്കിൽ ഞാൻ അതിന്റെ വീഡിയോ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. നമ്മളങ്ങനെ ആ ഒരു ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ അനീഷ് ഭായി സംസാരിക്കുന്നുണ്ട് നമുക്ക് വേണ്ട ഫോണ് കാര്യങ്ങൾ ഏതാണെന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആ ഷോപ്പിന്റെ അതേ വിലപ്പോഴുള്ളത് അതേ ഐറ്റംസ് ഒക്കെ തന്നെ ഉള്ളൂ ഇവിടെ. നമുക്ക് അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. എനിക്ക് ചെറിയൊരു സാധനം മേടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. നമ്മൾ ഹെഡ്ലൈറ്റിന്റെ കപ്പ് കാര്യങ്ങൾ, ഹോണ് നമ്മൾ എല്ലായുടെ ഹോൺ എടുത്ത്. ഓ ഭയ്യ പ്രൈസ് ക്യാ? 19 900 രൂപ. ഓക്കെ, 900 രൂപയ്ക്കാണ് മറ്റേ നമ്മുടെ ഹെല്ലയുടെ ഹോൺ. ഇത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഇതേ പ്രൈസിനുള്ളതെന്ന് തോന്നുന്നു. പിന്നെ ക്രിസ്റ്റ എഴുതിയതിന്റെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അവിടുന്ന് ഇനി ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നമുക്ക് ഇനി വണ്ടിയുടെ ഗ്രില്ല് കാര്യങ്ങൾ എടുക്കാൻ പറ്റും. നമ്മൾ അവിടുന്ന് സ്പെയർ പാർട്സും മേടിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ
വണ്ടിയുടെ കുറച്ച് ആക്സറീസ് മേടിച്ചു. ഇനിയിപ്പോൾ ബമ്പറും കാര്യങ്ങളും മേടിക്കണം. അനീഷ് ഇത് അവിടെ വണ്ടി ഓടിക്കുന്നുണ്ട്. അനീഷിന്റെ പേര് ഇടക്കിടക്ക് വീഡിയോയിൽ എടുത്ത് പറയണം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. ബാഗിൽ ജോബിച്ചേട്ടൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് അടുത്ത ഇതിലേക്ക് പോകണം. പിന്നെ നമ്മുടെ കണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ ഇനി പോയിട്ട് നമുക്ക് ബമ്പറും കാര്യങ്ങളും നോക്കാം. ഇവിടെ ആക്സറീസിന് വലിയ വില വ്യത്യാസം ഒന്നും പറയാനില്ല. നമ്മുടെ നാട്ടിലത്തെ ഏകദേശം അതേ വിലയ്ക്ക് തന്നെ ഉള്ളൂ. അതായിട്ട് മേടിച്ച പ്രത്യേകിച്ച് വലിയ ലാഭം എന്നൊന്നും പറയാൻ ഇവിടുന്നുണ്ടാവില്ല. പിന്നെ ഉണ്ടാവും കുറച്ച് ബൾക്ക് ആയിട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അല്ലേ അനീഷേ? ചെറിയായിട്ട് ഒരു പീസ് 2 പീസ് ഒന്നും എടുക്കുമ്പോൾ വലിയ വില വ്യത്യാസം ഒന്നും നമുക്ക് തോന്നിയില്ല. നമ്മൾ എന്തായാലും വന്നല്ല. അപ്പൊ ഇവിടുന്ന് കിട്ടാവുന്ന എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഇനി വണ്ടിക്ക് കിട്ടുമെന്നില്ല ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് ആ വീഡിയോ കൂടി കാണാം. നമുക്ക് ഇനി മെയിനായിട്ട് വണ്ടി ന്യൂ ഷേപ്പിലേക്കുള്ള പുതിയ ലേറ്റസ്റ്റ് വരുന്ന ക്രിസ്റ്റയുടെ ടൈപ്പ് ബമ്പറും ഗ്രില്ലും ആക്കി മാറ്റണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ വണ്ടി തട്ടുമുട്ടൊന്നും പറ്റിയിട്ടല്ല, പക്ഷെ നമുക്ക് മാറ്റാന്ന് കരുതിയിട്ടാണ്. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് ഹരിയാനയിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇതാ 2 വണ്ടി ഇതാണോ ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ ആ ക്യൂത്തിൽ അവിടെ തൊട്ട് പുറകിൽ കൃഷി ഉണ്ട്. അപ്പൊ ഞാനും ജോബി ചേട്ടനും ഓരോ വണ്ടിയായിട്ട് ഓടിച്ച് നാട്ടിലേക്ക് പോരാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ വന്നത് പ്രാവശ്യം തന്നെ വളരെ സെറ്റായിട്ട് നമുക്ക് വണ്ടികളൊക്കെ കിട്ടി. അതിന് വേണ്ടി നമ്മൾ താഴെ അനീഷ് ഉണ്ട്, കൂടെ നമ്മുടെ സുജിത് ഭായി ഉണ്ട്. അപ്പോ ഞങ്ങൾ അങ്ങനെ ഇവിടെ നിന്ന് ഇപ്പൊ പോരുന്നുണ്ട്. നമ്മൾ നേരെ തിരിച്ച് എന്നും വരുന്ന റൂട്ടിൽ തന്നെ പോരുന്നത്. ഇവിടുന്ന് നേരെ ആഗ്ര, പറ്റുമെങ്കിൽ ഞങ്ങൾ അവിടെ താജ്മഹൽ കാണണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ ഝാൻസി, ഗോളിയർ അങ്ങനെ വഴി സാഗറിൽ സ്റ്റേ അടിച്ച് സാഗറിൽ നിന്ന് നേരെ ഹൈദരാബാദിൽ നിന്ന് നമ്മൾ ബാംഗ്ലൂർ, സേലം, കോയമ്പത്തൂർ വഴി പാലക്കാട് അങ്ങനെ തൃശ്ശൂരിലേക്ക് ഇറങ്ങാന്നാണ് കരുതുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ പോരുന്നത് ഏകദേശം സമയം ഇപ്പോൾ ഒരു 4 മണിയുടെ അടുത്തായിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ക്ലൈമറ്റ് ഒന്ന് വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ജാക്കറ്റ് ഇല്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിനും കുറഞ്ഞ ക്ലൈമറ്റിലേക്ക്, നല്ല ക്ലൈമറ്റിലേക്ക് എത്തുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വണ്ടിയുടെ വിശേഷമായിട്ട് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഡൽഹിയിൽ വീണ്ടും കാണുന്നതായിരിക്കും. പിന്നെ കൂടാതെ ഈ വണ്ടിയുടെ ഡെലിവറി, ക്യൂട്ടറിന്റെ ഡെലിവറി കാര്യങ്ങൾ നമ്മളവിടെ നാട്ടിലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കാം. അപ്പോൾ മറക്കാതെ വീഡിയോ കാണാം. ഇനി ഇതേപോലെ ഡൽഹിയിൽ നിന്ന് അല്ലെങ്കിൽ ഹരിയാനയിൽ നിന്ന് നേരിട്ട് പാർട്ടികളിൽ നിന്ന് വണ്ടി എടുക്കണമെങ്കിൽ നമ്മളായിട്ട് തന്നെ ബന്ധപ്പെടാം. അതിന് നമ്മൾ അനീഫായിട്ടൊക്കെ സഹായത്തോടു കൂടി ഇവിടെ നേരിട്ട് വന്ന് നോക്കി ഇതേപോലെ നല്ല വണ്ടികൾ പാർട്ടികളിൽ നിന്ന് ത്രൂ ആയിട്ട് പോയി മേടിക്കാം. അതിന് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് സ്ക്രീനകത്ത് കൊടുത്തിട്ടുള്ളത്. കൂടാതെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പ് നമ്മളിവിടെ ഡൽഹിയിലും മറ്റ് യു പി നിന്നൊക്കെ വണ്ടി എടുക്കുന്നത്. അപ്പോൾ അതിന്റെ വീഡിയോസ് കാര്യങ്ങൾ ഞാൻ അതിന്റെ കാർഡിലും എന്റെ സ്ക്രീനകത്ത് ഡിസ്ക്രിപ്ഷനകത്ത് അതിന്റെ ലിങ്കും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യാം. കൂടാതെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ ഇതുപോലെ എന്തെങ്കിലും ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ വരും ദിവസങ്ങൾ അങ്ങനെ തെറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ വരാതെ കൂടുതൽ വീഡിയോസ് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ഞങ്ങൾ ഇവിടെ തിരിച്ച് കേരളത്തിലേക്ക് എത്തിക്കുകയാണ്. ഏകദേശം 2750 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. നമ്മുടെ കൃഷ്ണ ഇവിടെ വന്നിട്ട് നമ്മുടെ വർക്ക്ഷോപ്പ് കയറ്റിപ്പോൾ നമ്മൾ ഓയിൽ ചേഞ്ചും എയർ ഫിൽറ്റർ കാര്യങ്ങൾ അങ്ങനെയുള്ള എമർജൻസി ആയിട്ടുള്ള ഇപ്പോൾ ചെയ്യാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ജോബ് ചേട്ടൻ കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് വണ്ടി സർവീസിന് കയറ്റുന്നുള്ളൂ ഷോറൂമിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് മുമ്പ് നമുക്ക് എന്തായാലും എമർജൻസി ആയിട്ട് നമ്മൾ ഇത്രയും ദൂരം വന്നല്ലേ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. ജോബി ചേട്ടാ വണ്ടി എങ്ങനെയുണ്ട്? നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. വെച്ച് കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ടുള്ള യാത്ര. വണ്ടി പ്രത്യേകിച്ച് 1180 കിലോമീറ്റർ ഞങ്ങൾ നിർത്താതെ വണ്ടി ഡ്രൈവ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലെല്ലാം ഏകദേശം ഒരു കിലോമീറ്റർ തന്നെ ഓടിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് എന്താണോ അത് തന്നെയാണ് നമ്മുടെ ഔട്ട്പുട്ട്. അത് നമ്മൾ കൊണ്ട് നിർത്തുമ്പോൾ ഉള്ള ഔട്ട്പുട്ട് അത് തന്നെയാണ്. സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്തു. വണ്ടി നമ്മൾ ചൂസ് ചെയ്തത് വളരെ നല്ലൊരു റിസൾട്ടാണ്. വാഹനം വാങ്ങാനും എടുത്തു തരാനൊക്കെ അജോ ഒരുപാട് നല്ല കാര്യങ്ങൾ എൻ്റെ പാർട്സുകളെല്ലാം നോക്കി കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്ത് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് നോക്കി തരാൻ സാധിച്ചു. അത് ആ ഒരു ബലത്തിലാണ് ഞാൻ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ഇവിടം വരെ യാത്ര ചെയ്തത്. അജോയുടെ ആ ഒരു ധൈര്യം, അജോ പറഞ്ഞു ധൈര്യമായിട്ട് ചോദിച്ചാലും പോരെ, ആ ഒരൊറ്റ ഇതിലെ കോൺഫിഡൻസിൽ ഞാൻ യാത്ര ചെയ്യുമായിരുന്നു. ഇവിടം വരെ യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. വളരെ സിമ്പിളായിട്ട് ഒരു ടയർഡാവുകയോ ഒന്നും ചെയ്തില്ല. അത് ആ വണ്ടിയുടെ കണ്ടീഷനാണ് നമ്മുടെ ഇവിടം വരെ ഡ്രൈവ് ചെയ്ത് പോരാനായിട്ട് എടുത്തത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ മനസ്സിൽ തോന്നി, എങ്ങനെയായിരിക്കും ഇത്രയും 3000 കിലോമീറ്റർ അടുത്ത് നമ്മൾ യാത്രയാണ്, ഒറ്റയ്ക്കേ ഉള്ളൂ, ഇവിടെ നിന്ന് പോരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ വണ്ടി കണ്ടീഷൻ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടം വരെയുള്ള യാത്ര വളരെ സ്മൂത്തായിരുന്നു. ഐ ആം വെരി ഹാപ്പി. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം പോകുന്നതും നമ്മുടെ സെയിം റൂട്ട്. പക്ഷെ ഞങ്ങൾ ഇപ്രാവശ്യം എന്താ പറയുക, ഗുഡ്ഗാവ് അവിടുന്ന് വണ്ടി എടുത്തോണ്ട് ഫരീദാബാദ് വഴി ആഗ്ര, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ആഗ്ര, നാഗ്പൂർ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, സേലം, കോയമ്പത്തൂർ, പാലക്കാട് വഴി ഏകദേശം നമ്മൾ 2750 കിലോമീറ്റർ ഞങ്ങൾ ഓടിയിട്ടുണ്ട്. അതിന് നമ്മൾ ഫ്യൂൽ അടിച്ച് എത്ര രൂപയ്ക്ക് പറഞ്ഞു കൊടുക്കും? നമുക്ക് ഏകദേശം ഒരു 1500-100 നമ്മളെ കറക്റ്റ് എമൗണ്ട്. കറക്റ്റ് 15100 രൂപയുടെ എമൗണ്ടിലുള്ള ഡീസലാണ് നമ്മൾ ക്രിസ്റ്റൽ അടിച്ച്. അതിൽ ഇനി ബാക്കി ഹാഫ് ടാങ്ക് ഡീസൽ ബാലൻസ് കിടപ്പുണ്ട്. ഏകദേശം 4500 രൂപയുടെ അടുത്ത് ടോൾ ആയിട്ടുണ്ട്. 4300 സംതിങ് രൂപയുടെ അടുത്തായിട്ടുണ്ട്. കാരണം നമ്മൾ ഫരീദാബാദ് വഴി വന്നുകൊണ്ട് നമ്മൾ വിചാരിക്കാത്ത ഒരു 2-3 ടോളുകൾ നമുക്ക് അധികം കിട്ടി, അഡീഷണൽ കിട്ടി. അത് മാത്രം നമുക്ക് അതൊരു എക്സ്പെൻസ് എക്സ്ട്രാ ആയിട്ട് വന്നുള്ളൂ. പിന്നെ നമ്മുടെ ഫുഡും അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരുന്ന ഇടയിൽ നമുക്ക് 2 1000 രൂപ വെച്ചിട്ടും 1 1200 രൂപ വെച്ചിട്ടും റൂമിന് വന്നു. യെസ്, അത്രയും നമുക്ക് അതൊരു എക്സ്പെൻസ് ആയിട്ട് വന്നു. പിന്നെ നമ്മുടെ നോർമലായിട്ട് ഫുഡ് അത് നമ്മൾ വീട്ടിലിരുന്നാലും വരുന്നുള്ളൂ.
ഇതാണ് നമുക്ക് വണ്ടി ഡൽഹിയിൽ നിന്ന് എടുത്ത് വരുമ്പോൾ ഒരു ചെലവ്. പിന്നെ ഇതേപോലെ നല്ല വണ്ടി നമ്മൾ നോക്കിയെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മൈലേജും കാര്യങ്ങളും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇതുപോലെ നമുക്ക് ഇവിടെ എത്താനും പറ്റും. പിന്നെ ഡൽഹിയിലെ ഒരു അനുഭവം കണ്ടായിരുന്നു വണ്ടി തപ്പിയത്, ഒന്ന് പറഞ്ഞു. ഡൽഹിയിലെ ഞാൻ എനിക്ക് ഒരുപാടൊന്നും അവിടെ വന്ന ഒരുപാട് ഒരു അലയേണ്ട വന്നില്ല. കാരണം അജോ എല്ലാ കാര്യങ്ങളും അവിടെ നോക്കിയിട്ടിരുന്നു. ഞാൻ ജസ്റ്റ് വണ്ടി പോയി നോക്കി. ഫസ്റ്റ് നമുക്ക് ആ വണ്ടി കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ആ ഓണറും അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ കണ്ടീഷൻസും എല്ലാം നമ്മൾ കണ്ടപ്പോൾ തന്നെ നമ്മൾ സാറ്റിസ്ഫൈഡാണ്. കാരണം നമ്മൾ വേറൊരു വണ്ടി കാണാൻ പോകേണ്ട വന്നില്ല. കാരണം ഞാൻ 100%ഉം ഞാൻ അതിനെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതുകൊണ്ട് ആ വാഹനം വേറെ ഒന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞ വാഹന വില നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ അങ്ങോട്ട് ബാർഗൈൻ ചെയ്യേണ്ടി വന്നില്ല, കൊടുത്ത് വാങ്ങി. പിന്നെ വളരെ ന്യായമായ വിലയ്ക്ക് നമുക്ക് നല്ല വണ്ടികൾ ഇതുപോലെ നോക്കി നമ്മൾ ത്രൂ പാർട്ടികളെടുത്ത് കച്ചവടക്കാരൻ നമ്മൾ എടുക്കില്ല എന്നല്ല, നല്ല കച്ചവടക്കാരന് കിട്ടിയാലും എടുക്കും. കാരണം അവിടെ ഒരു 80% ഇതുപോലെ ഫ്ലഡും കാര്യങ്ങളൊക്കെ വണ്ടികളുണ്ട്. അതിങ്ങനെ കച്ചവടക്കാരത്ത് അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് കാണാറുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനത്തെ അല്ലാതെ അതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇപ്പോൾ നമ്മൾ ഈ കൃഷ്ണ നോക്കിയ കൂടെ തന്നെ നല്ലൊരു വണ്ടി, ഒരു മുന്തിരി കളർ വണ്ടി നമുക്ക് പറഞ്ഞിരുന്നു. നമ്മളോട് പറഞ്ഞത് മീറ്ററിൽ ഈ 1,00,000 താഴെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, അത് ഫുൾ സർവീസ് റെക്കോർഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ അതിന്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ കടന്നിട്ടുണ്ട്. ആ വണ്ടിയെ കാണാൻ പോയില്ല. അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് ഫ്ലഡോ കാര്യങ്ങളൊന്നും അല്ലാന്ന് ഉറപ്പ് വരുത്തി ഇതുപോലെ നല്ല വണ്ടികൾ എടുത്ത് നാട്ടിലെത്തിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അതിന് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറും കാര്യങ്ങളും ഞാൻ വീഡിയോയുടെ ഇടയിൽ കാണിച്ചിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ ഞാൻ സ്ക്രീനകത്ത് കാണിക്കുന്നുണ്ട്, കൂടാതെ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. മുമ്പ് ഇതുപോലെ നമ്മൾ വണ്ടി എടുത്തതിന്റെ ഇതുപോലെ ഈ വാഹനത്തിന്റെ ഫുൾ ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങൾ, ഇതിനിപ്പോൾ ജോബിച്ചേട്ടൻ ഇവിടെ കൊണ്ടുപോകണം, അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. എന്നാലും പറ്റുമെങ്കിൽ നമ്മൾ വരും ദിവസങ്ങൾ അതും കൂടി ചേർത്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.